റെയിൽവേ ഡിവിഷൻ വിഭജിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ്, ഡിവൈഎഫ്ഐ പ്രതിഷേധമാണ്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസ് ഉപരോധിക്കുകയാണ്. സച്ചിൻ വള്ളിക്കാട് വിവരങ്ങളുമായിട്ടുണ്ട്. സച്ചിൻ, ഉപരോധം പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായും ചെയ്തു. അത് തന്നെയാണ് കാരണം. അരമണിക്കൂറായി. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് പാലക്കാട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉപരോധം ആരംഭിച്ചത്. പാലക്കാട് ഡിവിഷൻ ഓഫീസിലേക്കാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ ഉപരോധം ആരംഭിച്ചത്. പാലക്കാട് ഡിവിഷൻ ഓഫീസിലെ 2 ഗേറ്റുകളും ഇപ്പോൾ അടച്ചിട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. 2 ഗേറ്റുകളാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആർ ജയദേവൻ, അതേപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ശിവകൃഷ്ണ അടക്കമുള്ളവരാണ് ഈ ഉപരോധത്തിന് നേതൃത്വം നൽകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യും. എന്തായാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ചേരുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഉള്ളിലേക്ക് കയറാനാണ്? ഇവിടെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ അവഹേളിക്കലാണ്, കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളെ യഥാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ്. പ്രതികരണ ശേഷി നഷ്ടപ്പെടാത്ത മുഴുവൻ ജനങ്ങളും ഈ പ്രതിഷേധത്തിൽ അണിനിരക്കണമെന്നുള്ളതാണ്. ഒരു ജനകീയ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. പാലക്കാട് ഡിവിഷനെ പരിപൂർണമായി ഇല്ലാതാക്കുക എന്ന കേന്ദ്ര സർക്കാരിന്റെ, BJP സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യമാണിത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ ഇന്ന് വളരെ പെട്ടെന്ന് ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർ ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഇവിടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ ആ പ്രതിഷേധം അറിയിക്കുക എന്ന സമര രീതിയാണ് ഞങ്ങൾ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഞങ്ങൾ ഈ റോഡിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിച്ചു കൊണ്ടുപോകണം, ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. ഇത് അംഗീകരിക്കില്ല. കാരണം ഞങ്ങളുടെ കൂടി ഓഫീസാണ് ഇത്, ജനങ്ങളുടെ ഓഫീസാണ്, സർക്കാരിന്റെ ഓഫീസാണ്. ആ ഓഫീസിനുള്ളിൽ കയറണ്ട എന്ന് പറയാൻ ഏത് ഉദ്യോഗസ്ഥരാണ് അതിനെ മുൻകൈ എടുക്കുന്നത്? അത് ഞങ്ങൾ അനുവദിക്കില്ല. ഡിവൈഎഫ്ഐ ആ രൂപത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ തടയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ നിൽക്കുന്ന പോലീസ് സംവിധാനം അതിന് തികയാതെ വരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. തീർച്ചയായും സേതു, അത് തന്നെയാണ്. ശക്തമായ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആർ ജയദേവൻ അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസാണ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. 10 മണിയോടുകൂടെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധമുണ്ട്. ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പാലക്കാട്ടുകാർ കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. യുവജന സംഘടനകളെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. തിരുവോണ നാളിൽ UDF MP-മാരുടെ നേതൃത്വത്തിലും റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. സേതു, ജീവനക്കാർക്കും കേരളത്തിന്റെ ഖജനാവിനുമൊക്കെ ഒരുപോലെ നഷ്ടം വരുന്ന പാലക്കാട് ഡിവിഷന്റെ വെട്ടിമുറിക്കൽ, അതിനെതിരായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട്. ഇനിയിപ്പോ ഇന്ന് ഡിവൈഎഫ്ഐയുടെ മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും അവിടെ ഉണ്ട്. സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്. എനിക്ക് തോന്നുന്നു